ഛേ, എന്നാലും വല്ലാത്തൊരു പണിയായിപ്പോയി. സത്യം പറയാലോ, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അവൻ നമുക്കിട്ട് ഇങ്ങനത്തെ ഒരു പണി തരുന്നു. ഒരു സൂചന പോലും തരാതെ കൃത്യസമയത്ത് ആ കൃഷ്ണ സാറിനെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇറക്കിയല്ലോ അവൻ. എന്തൊക്കെ പ്ലാനുകളായിരുന്നു, എല്ലാം തവിട് കൂടിയില്ലേ. അവനറിയാം സാറുള്ള സമയത്ത് അവനും മായും തമ്മിൽ എന്തെങ്കിലും നമ്മൾ പുറത്ത് പറഞ്ഞാൽ അത് അവനോടുള്ള അസൂയ കൊണ്ടാണ് സാറിന് തോന്നുന്നു. അത് ഉറപ്പാണല്ലോ. എന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാറിനറിയാം ജോണും നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ജോണിനെ ഇങ്ങോട്ട് ഇറക്കിയത്. ജോണിൻ്റെ അടുത്ത് പരീക്ഷിച്ച പോലെ സാഗറുടെ അടുത്ത് പരീക്ഷിക്കാൻ നിന്നാൽ നമുക്ക് തന്നെ പണി കിട്ടും. എത്ര നല്ല അവസരമായിരുന്നു, അത് നമുക്കൊന്ന് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവസാനം കൊണ്ട് ഇങ്ങനെ നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എടാ, നിനക്കെന്തും തോന്നുന്നുണ്ടോ? എൻ്റെ മൈൻഡ് ഇപ്പോൾ മൊത്തം ബ്ലാങ്കാണ്. ചിലപ്പോൾ സമയം എടുക്കും എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞ് വരാൻ. എടാ, പെട്ടെന്ന് തെളിഞ്ഞ് വന്നിട്ടേ കാര്യമുള്ളൂ. ന്യൂ ഇയർ ആവാനേ അധിക ദിവസമില്ല. നീ ചിലപ്പോൾ സമാധാനം തരുമോ? ഒന്ന് ആലോചിച്ചോട്ടെ. ആലോചിക്കും. അതെന്തായാലും പൊളിച്ച്. ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ വെള്ളത്തിലാവുന്ന ഞാൻ വിചാരിച്ചത്. കറക്റ്റ് ടൈമിൽ സാഗർ സാർ വന്ന സർപ്രൈസ് പണി കൊടുത്തതുകൊണ്ടേ മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കാൻ പറ്റി. അതെ, നമ്മളെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ രണ്ടിനും മുഖം ശ്രദ്ധിച്ചായിരുന്നു. ഇഞ്ചി കടിച്ച് കറങ്ങുമ്പോൾ പറയായിരുന്നു. സത്യം, ഇന്നലെ ഞാൻ വിചാരിച്ചതേ നമ്മൾ രണ്ടുപേരും ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെപ്പോലെ നിൽക്കുന്ന കൃഷ്ണ സാർ വന്നോണ്ട് നേരെ തിരിച്ചായി. അതെ, എന്തായാലും സാഗറിനെ സമ്മതിച്ചേ പറ്റൂ. കുറച്ച് നാളത്തേക്ക് ഇവന്മാരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെയും വരും. അപ്പോഴേക്കും സാഗർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുകയായിരിക്കും. കണ്ടുപിടിക്കട്ടെ. അതെ, അല്ല മായനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നോ? കറക്റ്റായിട്ട് അപ്പം തന്നെ പറഞ്ഞു. എന്താണ് റിയാക്ഷൻ? പുള്ളിക്കാരി വൻ ഹാപ്പി. ജീവിതവും കരിയറൊക്കെ നശിക്കുന്നു വിചാരിച്ചിരുന്നതല്ലേ, കൃഷ്ണ സാർ വന്നോണ്ടിപ്പോ നേരെ തിരിച്ചായല്ലോ. എന്തായാലും സാഗർ സാറിനെ വിളിച്ചവിടെ നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? നന്ദി പറയാൻ മെസ്സേജ് രണ്ടും കൂടി പഴയ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോകാതിരുന്നാൽ മതി. അതെനിക്കും തോന്നായില്ല. കാരണം അവളുടെ ചില സമയത്ത് സംസാരമൊക്കെ കേൾക്കുമ്പോഴേ അവൾക്ക് ഇപ്പോഴും സാഗർ സാറിനോട് എന്തോ ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണലായ കാര്യങ്ങളാണ്. പക്ഷേ ഇനിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ അതെല്ലാവരും അറിഞ്ഞിട്ട് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പഴയ പോലെ ഈ ഒളിച്ചും പാത്തൊക്കെ ആണെങ്കിൽ മനുവിന് ഡയഗഷനൊക്കെ സ്കോർ ചെയ്യാനുള്ളൊരു അവസരമായിട്ട് മാറും അത്. എന്തായാലും അവൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. ഞാൻ അവളുടെ അടുത്ത് വിശദമായിട്ടൊന്നും സംസാരിക്കുന്നുണ്ട്. ഞാനും സാഗറിനോടൊന്നും സംസാരിക്കുന്നുണ്ട്. അല്ല, സാഗർ സാർ എവിടെയാ? കൃഷ്ണ സാറായിട്ടൊന്ന് പുറത്തേക്ക് പോയിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിവിടെ ഇല്ലായിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചല്ലേ. ഈ മനുവും രാകേഷും ഒക്കെ നമ്മുടെ ഓഫീസിന് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ തന്നെ. പക്ഷെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാനും മടിക്കാത്തവരും കൂടെയാണേ. അത് പിന്നെ എനിക്കറിയാലോ സർ. അത് സാഗറൊന്ന് സൂക്ഷിച്ചിരുന്നാൽ മാത്രം മതി. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് സാറിന് ഹെഡ് ഓഫീസിൽ നിന്ന് വല്ല ഇൻഫർമേഷനും വന്നു? എൻ്റെ സാഗറും ഞാനും ഒക്കെ ഒരേ പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാ. താൻ ഇങ്ങനെ എന്നെ സാറെന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ 100 തവണ പറഞ്ഞിട്ടില്ലേ. പൊസിഷനും സാലറിയൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ സീനിയോറിറ്റി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ സർ? അങ്ങനെ നോക്കണ്ടെന്നേ. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ എന്ത് സീനിയോറിറ്റി? പിന്നൊക്കെ സാഗറിൻ്റെ ഇഷ്ടം കേട്ടോ. ഓക്കെ സർ, ഞാൻ ചോദിച്ച കാര്യം. സാഗർ തിരിച്ചു പോകുന്ന കാര്യം അല്ലേ? എടോ, തൽക്കാലം സാഗറിനോട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ ചെന്നൈയിലെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് അറിയാമല്ലോ. പിന്നെ ചിലപ്പോൾ കമ്പനി കേരളത്തിൽ ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിനെ 2 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് സാഗറിനായിരിക്കും ചുമതല. പിന്നെ അത് ഫൈനൽ ഡിസിഷനിലൊന്നും എത്തിയിട്ടില്ല. അത് ഫൈനൽ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാഗറിനൊരു കോൾ വരും. അപ്പോൾ അതുവരെ ഇവിടെ തുടരാം അല്ലേ സർ? പിന്നല്ലാതെ എന്താണോ തനിക്ക് ഞങ്ങളെ കിട്ടിട്ട് പോകാൻ ധൃതിയായി? അങ്ങനെയൊന്നുമില്ല. എന്നാൽ തന്നെ ഇപ്പോൾ വിടുന്നില്ല. ഇങ്ങോട്ട് വന്നേ. പെട്ടെന്ന് ഇപ്പം എന്തായാലും മീറ്റിംഗ്? എന്തെങ്കിലും എമർജൻസി കാര്യം പറയാനായിരിക്കും. എന്താണ് ഇപ്പോൾ പെട്ടെന്ന് എമർജൻസി ഞാൻ ഉദ്ദേശിച്ചത്? പോയി നോക്കാം. നിങ്ങൾ മീറ്റിംഗിന് വരുന്നില്ലേ? എന്ത് മീറ്റിംഗ്? കൃഷ്ണ സാർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനാ പോണേ. എന്നിട്ട് ഞങ്ങൾ അറിയില്ലല്ലോ. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്ക്. ശരിയാ, ഞങ്ങൾ പുറത്ത് പോയപ്പോഴേ ഫോൺ ശ്രദ്ധിച്ചില്ല. എന്തിൻ്റെ മീറ്റിംഗ് ആയിരുന്നു? എന്തെങ്കിലും അർജന്റ് കാര്യം പറയാനായിരിക്കും. അറിവ് പറഞ്ഞതിന് നന്ദി. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ തരാം. അവൻ്റെ തമാശയെ നമുക്ക് തീർത്തു കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു അവസരം കിട്ടിയാൽ മതി. ഞാൻ ഈ മീറ്റിംഗ് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, ഹെഡ് ഓഫീസിൽ ഞാൻ പോയിരുന്ന സമയത്ത് നമ്മുടെ കഴിഞ്ഞ 6 മാസത്തെ
പ്രൊജക്റ്റുകളുടെ റിവ്യൂ ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സോ കൺഗ്രാറ്റ്സ്. സർ ഞങ്ങളുടെ പേര് വല്ലതും മെൻഷൻ ചെയ്തായിരുന്നു? പിന്നെ ഓരോരുത്തരുടെയും പേരെടുത്താ മെൻഷൻ ചെയ്തത്. അല്ല സാർ, അതിന്റെ ഭാഗമായിട്ട് ശമ്പളം എല്ലാം കൂട്ടി തരുമോ? ശമ്പളമൊക്കെ കറക്റ്റ് സമയത്ത് കൂടിക്കൊണ്ട് രാകേഷേ. ഇപ്പൊ തൽക്കാലം ആരുടെയും ജോലി പോകില്ല, അതുപോലെ. സന്തോഷം. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഇവിടുത്തെ ജോലികളെല്ലാം കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്ത സാഗറിന് ഒരു പ്രത്യേക കൺഗ്രാറ്റ്സ്. യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെയാണ് എനിക്ക് പോകേണ്ടി വന്നത്. കമ്പനിയിൽ നിന്ന് അറിയിച്ചതും സാഗറോട് വരികയും കൃത്യമായിട്ട് ജോലികൾ ചെയ്യുകയും ചെയ്തു. അപ്പോ സാർ ഈ ഓഫീസിൽ നിന്ന് പോയിരിക്കല്ലേ സാർ? സാറിനെ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യും. ബൈ സാർ. എക്സ്ക്യൂസ് മീ, സാഗർ ഒരിടത്ത് പോകുന്നില്ല, സാഗർ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല സാറ് വന്ന സ്ഥിതിക്ക് ഞാൻ ഒന്ന് ശ്രദ്ധിക്കുന്ന അല്ല, സാർ വന്ന സ്ഥിതിക്കും സാഗർ സാർ ഇവിടെ ഉള്ളത് കൊണ്ടും നമ്മുടെ ഓഫീസിന് ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞു വരികയാണ്. മനുവിന്റെ രാകേഷിന്റെ മുഖഭാവം കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. മുഖലക്ഷണം നോക്കി പറയാൻ സാറ് കൈനോട്ടക്കാരൊന്നുമല്ലല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം നോക്കി ലക്ഷണം പറയാൻ കൈനോട്ടക്കാരനാവണമെന്നുള്ള ഒരു ആവശ്യമില്ല. ഓക്കെ. നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ച പോലെ നമ്മൾ ഇത്തവണത്തെ ന്യൂ ഇയർ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാഗർ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ അതിലെല്ലാവരും പങ്കെടുക്കണം. സാർ ഞങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ഒരു വേറെ ഒന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ട് ആ പരിപാടി പങ്കെടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ന്യൂ ഇയറിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയോ? സീറ്റിലേക്ക് പോക്കോട്ടോ. ഗാലറി മൊത്തം നമുക്കെതിരാണല്ലോ രാകേഷേ. എത്രയും പെട്ടെന്ന് കളിയുടെ ഗതി മാറ്റിവിട്ടേ പറ്റൂ.